ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കംപ്രസ്ഡ് ഫയൽ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ കംപ്രസ്ഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം RAR ഫയലുണ്ട്, സിപ്പ് ഫയലുണ്ട്, ഇങ്ങനെ ഓരോരോ ഫയലുണ്ടാവും. ഇതിപ്പോൾ ഇത് കംപ്രസ്ഡ് ഫയലാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി RAR ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യാനാണെന്ന്, നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ കംപ്രസ്ഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ഫയൽസ് എല്ലാം നമുക്ക് സിപ്പ് ഫയലോ RAR ഫയൽസോ ആയിട്ടായിരിക്കും വരിക. നമുക്കപ്പം ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അവർ സെലക്ട് ചെയ്യാൻ പറയും. നമ്മളപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കും, എന്നാൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരെ നിങ്ങൾ ക്രോമിൽ പോവുക. ക്രോമിൽ ചെന്നതിന് ശേഷം വിൻ എന്നടിക്കുക, RAR എന്നടിക്കുക. വിൻ RAR. ഓക്കെ, WinRAR. ഡൗൺലോഡ് എന്നും കൂടെ അടിക്കുക. ഡൗൺലോഡ് ഫോർ PC എന്ന് അടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പം ഡൗൺലോഡ് ഫോർ PC എന്ന് അടിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ അവരുടെ സൈറ്റിൽ തന്നെ കയറുക. കുറേ സൈറ്റുകൾ വരും, അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. WinRARൻ്റെ സൈറ്റിൽ തന്നെ നോക്കുക, winrar.com. അതിൽ നിങ്ങൾ കയറുക. എന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഓരോരോ ഭാഷകൾ, ഇപ്പം നിങ്ങൾ വെളിയിൽ നിന്നുള്ള ആരും കാണാറില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓരോ ഭാഷ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റഷ്യൻ, സ്പാനിഷ്, അറബിക്ക്. ഓക്കെ, മലയാളം ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ ഇംഗ്ലീഷാണ്, 64 ബിറ്റ്. ഇപ്പോൾ നിങ്ങൾ ഓൾഡ് കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 32 ബിറ്റ് കമ്പ്യൂട്ടർ ആയിരിക്കും ആവാനാണ് ചാൻസ്. അപ്പോൾ 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ പോവുക, അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതേപോലൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ദിസ് PCക്കകത്ത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വരും. ഇതൊക്കെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ 32 ബിറ്റ് ഉള്ളവർ 32 ബിറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ 64 ബിറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ബട്ടൺ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലോട്ട് പോവുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോകാനായിട്ട് പോയതിന് ശേഷം അതിൻ്റെ അകത്ത് ഇതേപോലൊരു ഫയൽ ഉണ്ടാവും, WinRAR × 64/621. ഓക്കെ, അതിൽ നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചോദിക്കും. യെസ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, ക്ലോസ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കംപ്രസ്ഡ് ഫയൽ നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്രസ്ഡ് ഫയൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ WinRAR നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയെങ്കിലും അതിന് നിങ്ങൾ എന്ത് ചെയ്തില്ല, കറക്റ്റ് അത് എപ്പോഴും RAR ഫയൽസും സിപ്പ് ഫയലും അൺലോക്ക് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സിപ്പ് ഫയലോ RAR ഫയലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ എന്നുണ്ടാവും, ഓപ്പൺ വിത്ത് ഉണ്ടാവും. ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ വിത്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, VLC മീഡിയ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ. അപ്പോൾ നമ്മുടെ അവിടെ WinRAR അച്ചീവർ ഒന്ന് കാണിക്കും. ഇല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചൂസ് അനദർ ആപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് ഓൾവേസ് എന്ന് കൊടുക്കുക. ഓൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേപോലെ വരും. അതായത് ഏത് സിപ്പ് ഫയലോ RAR ഫയലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇതേ ഒരു ഐക്കൺ കാണിക്കും. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ WinRAR എന്ന് കിട്ടും, ഇല്ലെങ്കിൽ WinRAR എന്ന് കിട്ടത്തില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം WinRAR എന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഓപ്പൺ വിത്ത് WinRAR എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓപ്പണായി വരും. ഇതിൻ്റെ അകത്ത് എന്തോ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ഫയലാണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓപ്പൺ. അടുത്ത് എക്സ്ട്രാക്റ്റ് ഫയൽസ്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇപ്പോൾ എവിടെ എക്സ്ട്രാക്ട് ചെയ്താൽ കിട്ടും. അടുത്ത് എക്സ്ട്രാക്റ്റഡ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതായത് ഇതേപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രാക്റ്റ് ഇടും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കത്തില്ല. എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ എക്സ്ട്രാക്റ്റ് ഫയൽസ്, സോറിയാണ് ഞാൻ നിങ്ങൾക്ക് എവിടെയാണോ ലൊക്കേഷൻ, ഏത് ലൊക്കേഷൻ വേണോ അവിടെ വേണം എക്സ്ട്രാക്റ്റ് ചെയ്ത് തരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ചെയ്യാനാണ്, എക്സ്ട്രാക്റ്റഡ് ടു. ഓക്കെ, അതിൻ്റെ അകത്ത് കൊടുക്കുക. അത് ഇതേപോലെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതേപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ WinRAR ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 7-zip എന്ന് ഡൗൺലോഡ് ചെയ്യുക. 7-zip ഡൗൺലോഡ് എന്ന് അടിച്ചാൽ മതി. 7-zip ഡൗൺലോഡ്. ഓക്കെ, ഈ സാധനത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം 64 ബിറ്റ് 32 ബിറ്റ് XE ഫയലുണ്ട്, .msi 7si, ഇങ്ങനെ കുറേ ഫയലുണ്ട്. XE ഫയലിന് നിങ്ങൾ എടുക്കുക കേട്ടോ. അതാണ് നമ്മളെ ഇൻസ്റ്റാളേഷൻ ഫയലിന് ബെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ 32 ബിറ്റ് എങ്കിൽ 32 ബിറ്റ്, 64 എങ്കിൽ 64 ബിറ്റ്, നേരത്തെ പോലെ. എന്നിട്ട് WinRAR ചെയ്തതുപോലെ തന്നെ
ഫയലിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് എന്നുള്ളതിന് വിൻ ആർ ഐ ആറിന് പകരം ഇതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് വിൻ ആർ ഐ ആർ രണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ വിത്ത് എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമ്മുടെ 7 സിപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. 7 സിപ്പിൽ കണ്ടില്ലെങ്കിൽ ചൂസ് അനദർ ആപ്പ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ കാണും. ഓക്കെ, ഇപ്പം ചൂസ് ഇതിൻ്റെ അകത്തും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ആൻ ആപ്പ് ഓൺ യുവർ പി സി. അപ്പം പി സിക്കകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ സിക്കകത്തായിരിക്കും പോവുക, സി ഫയലിനകത്ത്. അപ്പോൾ പ്രോഗ്രാം ഫയൽസ് 86 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടിലും നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഇപ്പോൾ 7 സിപ്പെങ്കിൽ 7 സിപ്പ്, വിൻ ആർ ഐ ആറെങ്കിൽ ആർ ഐ ആർ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് എൻ്റെത് വിൻ ആർ ഐ ആർ കണ്ടില്ല. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് microsoft.net എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ക്ലയൻറ്റൊക്കെ ഉള്ളൂ. റോക്സ്റ്റാർ ഗെയിംസ് എങ്കിൽ റോക്സ്റ്റാർ ഗെയിംസ്. ഓക്കെ ഓക്കെ, അത് ഒന്നും കാണാനില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതായത് ഇപ്പം കാണുന്നുണ്ട്. ഇതേപോലെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ 7 സിപ്പ് ഓപ്പൺ ആയിട്ട് വരും. മനസ്സിലായില്ലേ, ഓപ്പൺ ആവാത്ത ആൾക്കാർ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഉപകാരമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഗെയിംസിൻ്റെ കുറച്ച് പുതിയ അപ്ഡേറ്റഡ് വെർഷനും വരുന്ന കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.